ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആയി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നോമ്പിന് ഇട്ടതാണ്, പിന്നെ ഇട്ടിട്ടില്ല. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ കൊല്ലം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ ആദ്യത്തെ മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇവിടെ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരു ദിവസം കേട്ടോ. അപ്പോൾ അന്ന് ചാടി കിട്ടിയ മാങ്ങയാണ്, മൂത്തുകണ്. അപ്പോൾ പഴുക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ പഴുത്തൊരു കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികമൊന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരു പച്ചമുളക്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലാണ് ഞാൻ മാമ്പഴം വേവിക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ. അപ്പോൾ കുക്കറിൽ വേവിക്കണം എന്താ വെച്ചാൽ ഗ്യാസ് ഇപ്പോൾ പ്രശ്നമല്ലേ, കിട്ടണില്ലല്ലോ. അപ്പോൾ മറ്റേ നേരിട്ട് വേവിക്കുമ്പോൾ കുറേ ടൈം എടുക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് വെന്തിട്ടാൻ വേണ്ടിയാണ്ട് കുക്കറിലാണ് കേട്ടോ വേവിക്കണത്. മാമ്പഴമൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഒരു 5-6 വിസിലൊക്കെ അടിച്ചിക്കണ്. അപ്പോൾ മാങ്ങ നല്ലോണം വേവുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം എനിക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചത്. അരിച്ചിട്ട് ഒഴിച്ച് അതിലിങ്ങനെ കരടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് അരിച്ചിട്ട് അത് ഒഴിച്ച് ഇത് ഒന്നും കൂടി നല്ലതുപോലെ കുറുകി വരണം കേട്ടോ. അപ്പോൾ കുറുകണത് വരെ അതിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് ഞാനൊക്കെ സ്കൂൾക്ക് പോയിരുന്ന സമയത്ത് ക്ലാസ്സിലെ കുട്ടികൾ പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുവിടുമോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ, എങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നമുക്ക് മാങ്ങ കിട്ടുമ്പോഴൊക്കെ എപ്പോഴും ഉണ്ടാക്കാൻ പഠിച്ചതുകൊണ്ട് അതേപോലെ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക. വെറും മാങ്ങ അങ്ങനെ തന്നെ തിന്നാതെ നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചാണ്ട് നല്ലോണം തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം പിന്നെ അതിക്ക് വേണ്ടത് തേങ്ങയാണ്. അതിക്ക് കുറച്ച് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത് കൂട്ടി അരച്ചുകാണ്ട് അതിക്ക് ഒഴിച്ചിടും. ഒഴിച്ചിട്ട് ഒന്നാണ് തിളച്ച് വരുമ്പോൾ അതിക്ക് മോര് ആണ് ഒഴിക്കേണ്ടത് കേട്ടോ. അപ്പോൾ മോരും ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തിളക്കാൻ പാടുള്ളൂ, അധികം തിളക്കണ്ട. അപ്പോൾ അങ്ങനെ തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ എല്ലാതും ചെയ്യണ പോലെ തന്നെ ചട്ടി അടുപ്പത്ത് വെക്കുക, അതിക്ക് എണ്ണ ഒഴിക്കുക, കുറച്ച് ഉലുവ ഇടുക, കടുക് ഇടുക, കറിവേപ്പില ഇടുക, നമുക്ക് വറ്റൽമുളക് വേണമെങ്കിൽ ഇടാം. ഞാനത് സ്കിപ്പ് ചെയ്തതാണ്, കാരണം മോൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമല്ല. അതുകൊണ്ട് വറ്റൽമുളക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുക, ഒറ്റക്കും കഴിക്കുക. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി മാങ്ങാക്കാലമാണ് വരുന്നത്. മാങ്ങ ഒക്കെ ഇപ്പോൾ പഴുത്ത് തുടങ്ങണുള്ളൂ ചില സ്ഥലത്തൊക്കെ. മാങ്ങേൻ്റെ കാലം വരുമ്പോഴാണ് നമ്മളിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് കടുക് ഇതൊക്കെ ഇട്ടാലേ, കറിവേപ്പില ഇട്ടാൽ തെറിച്ച് പോകുമല്ലോ, ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ സാജുവാണ് കേട്ടോ അത് വീഡിയോ എടുക്കണത്. അപ്പോൾ മേത്തേക്ക് തെറിച്ചപ്പോൾ ഓടിയതാണ് അവിടെ അങ്ങോട്ട് പോയത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ. അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ ബൈ.